ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ മക്കൾ രണ്ടാളും നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ പണികളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും ചൂടുവെള്ളമാണ് കേട്ടോ അടുപ്പിൽ. അപ്പോൾ ഇതാ നേരെല്ലാം നല്ലോണം വെളുത്തു, ഒരു 6 മണി 6:15 കേട്ടോ. അപ്പോൾ ഞങ്ങളെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ് കേട്ടോ രാവിലെ ഇങ്ങനെ അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കുകയാണ്. ഇടിയപ്പവും കടലക്കറിയാണ് കേട്ടോ. കടലക്കറി ഇന്നലത്തെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വേഗം ഇടിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനുള്ള മാവെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ, സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കതിനെ അടച്ചു വെച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ മാവെല്ലാം റെഡിയാക്കിയപ്പോഴത്തേക്ക് മോൾ എഴുന്നേറ്റു കേട്ടോ. അവളിപ്പം പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ കസേരയെല്ലാം നിരക്കി നടക്കും കേട്ടോ. ഹായ് ഹായ് കുഞ്ഞേ പറ. ഹായ് ഉമ്മോത്തെ ഉമ്മോത്തെ എങ്ങനെ ഉമ്മ ഉമ്മോത്തെ ഉമ്മ. അപ്പം ഞാൻ വേഗം അവളെ ഡയപ്പറെല്ലാം ചേഞ്ച് ചെയ്ത് അവളെ ഡ്രസ്സെല്ലാം ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്തു കേട്ടോ. അവളെ ഒന്ന് പാലെല്ലാം കൊടുത്തൊന്ന് സെറ്റാക്കി. അപ്പോൾ അവിടെ നിപ്പിളിൽ വെള്ളം കണ്ടപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്ത് കളിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ കുറച്ച് കഴിഞ്ഞപ്പം മോനും എഴുന്നേറ്റു കേട്ടോ. പിന്നെ അവർ രണ്ടാളും കൂടി കളിയായിരുന്നു. കണ്ട അവളവിടുന്ന് ഏട്ടൻ എണീറ്റാൽ പിന്നെ ഏട്ടൻ്റെ കൂടെ കളിച്ചോളൂ കേട്ടോ. അപ്പോൾ അവരവിടുന്ന് കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അവർ അവിടുന്ന് കളിക്കുമ്പോഴത്തേക്ക് ഞാൻ വേഗം തന്നെ ഒന്ന് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, പക്ഷെ അവർക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. മോനിന്ന് ക്ലാസ് ഉണ്ട്, അപ്പോൾ അവനെ കൊണ്ടുവിടണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം വേഗം തന്നെ ഞാൻ ഇടിയപ്പെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടിയപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ മെഴുക്കുവരട്ടി ഉണ്ടാക്കണം കേട്ടോ. മോന് ചോറും കൊണ്ടുപോകണം. അപ്പം വേഗം മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ്, സവോള, പച്ചമുളക്, അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിനി അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കി അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ അതുവരെയുള്ള പാത്രമെല്ലാം ഒന്ന് ജസ്റ്റ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കൊണ്ടാക്കാൻ പോകേണ്ടതുകൊണ്ട് തന്നെ ഞാൻ വേഗം പണിയെല്ലാം തീർക്കുകയാണ് കേട്ടോ. മോള് കളിക്കുമ്പോൾ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വേഗം തന്നെ എല്ലാം കഴുകി വെക്കുകയാണ്. അപ്പോൾ അവളവിടുന്ന് അകത്തുനിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൻ ബ്രഷെല്ലാം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ലഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോറും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് കൊടുത്തുവിടുന്നത്. കൂടെ തന്നെ സ്നാക്സിനായിട്ട് പൈനാപ്പിളും കുറച്ച് ക്യാഷ്നട്ടും പിസ്തയും കൂടി റോസ്റ്റ് ചെയ്തും കൂടിയാണ് കേട്ടോ കൊടുത്തുവിട്ടിട്ടുള്ളത്. അപ്പോഴത്തേക്കും മോൾ അതിലേക്കൂടെ എല്ലാം നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇരിക്കാൻ പറ്റായിട്ടാണ് കേട്ടോ അവർ കരയുന്നത്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇനി അവളെയും കുളിപ്പിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് അവളെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോകണമെങ്കിൽ. അപ്പോൾ മോനപ്പോഴത്തേക്കും കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അവൾക്ക് എണ്ണ തേച്ച് അവളെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആമിമോക്ക് ഉപയോഗിക്കുന്നതെല്ലാം ഹിമാലയൻ്റെ പ്രൊഡക്ട്സാണ് കേട്ടോ.
സോപ്പാണെങ്കിലും ലോഷനായാലും പൗഡറെല്ലാം ഹിമാലയൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവൾക്കെല്ലാം കുറച്ച് ക്രീമെല്ലാം തേച്ച് കൊടുത്ത് ഡ്രസ്സെല്ലാം ഇട്ട് അവളെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനിടയിൽ ഞാൻ മോന് ഉള്ള ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടിയപ്പം കടലക്കറിയാണ് കൊടുത്തിട്ടുള്ളത്. അവൻ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേഗം റെഡി ആവാം കേട്ടോ സ്കൂളിൽ പോകാൻ വേണ്ടി. അപ്പോൾ ഇതാ ഞാൻ വേഗം തന്നെ മോൾക്ക് ഡ്രസ്സെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അവൾ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. കുളിപ്പിച്ചുകൊണ്ട് തന്നെ ഉറക്കം വരുന്നതിൻ്റെ എല്ലാം ഒരു ഇതാണ്. അപ്പം നമുക്ക് വേഗം തന്നെ അവളെ റെഡിയാക്കി എടുക്കാം. സ്കൂളിൽ പോവാണേ. ഇതാ അപ്പം ഞങ്ങൾ റെഡി ആയിട്ടാ. ഞങ്ങൾ സ്കൂളിലോട്ട് പോവാണ്. സമയം 8:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂൾ. ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ തന്നെയാണ് കേട്ടോ കൊണ്ടാക്കാറ്. അപ്പം നമുക്കിനി വേഗം മോനെ കൊണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആദ്യം പഠിക്കുന്ന സ്കൂള്. അപ്പം മോനെ സ്കൂളിലാക്കി വന്ന് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. ആമിക്ക് രാവിലെ ഇടിയപ്പം തന്നെയായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ക്ലിപ്പെല്ലാം എൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയിട്ടോ. അതുകൊണ്ടാണേ. ഇപ്പോൾ സമയം ഒരു 11 മണിയെല്ലാം ആയി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മോക്കൊരു ഫ്രൂട്ട് കൊടുക്കാൻ വേണ്ടി ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഈ ഒരു ഇടനേരത്തെ ഞാൻ ഫ്രൂട്ട്സാണ് കേട്ടോ കൂടുതലും കൊടുക്കാറ്. അപ്പോൾ ഉള്ള ഫ്രൂട്ട്സ് ഒന്നും കൊടുക്കും. പഴമോ ആപ്പിളോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കും. അപ്പോൾ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം കഴിച്ച് ഞാൻ ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. ഡ്രസ്സിലെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും അവൾ കൂടെ കളിക്കാൻ, ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവളോട് കളിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ കുറേ സമയം അവർ കളിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കിയുള്ള പണികളെല്ലാം ഒതുക്കി കേട്ടോ. അലക്കാനുള്ളതെല്ലാം അലക്കിയിട്ടു. ആമി ഒരു ഉമ്മ കൊടുത്തേ ഏട്ടനൊരു ഉമ്മ കൊടുത്തേ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഉച്ചയായിട്ടാ. ഒരു 1 മണി 1:30 ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ആമിമോക്ക് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ആൾ റെഡിയായി ഇരുന്നിട്ടുണ്ട് കേട്ടോ ചോറുണ്ണാൻ. അപ്പോൾ ഇതാ ഞാൻ അവൾക്ക് ചോറും രാവിലെ ഉണ്ടാക്കിയ മെഴുക്ക് വരട്ടിയും തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അവൾക്ക് ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയെല്ലാം. ഞാൻ അത്യാവശ്യം നമ്മൾ കഴിക്കുന്ന എരിവിൽ തന്നെയാണ് കേട്ടോ അവൾക്കും കൊടുക്കാറുള്ളത്. അവൾക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കാറൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന അതേ ഫുഡ് തന്നെയാണ് കേട്ടോ അവൾക്കും കൊടുക്കുന്നത്. അപ്പോൾ അവൾ അത്യാവശ്യം എരിവെല്ലാം കഴിക്കുന്നുണ്ട് ഇപ്പോൾ. നമ്മളിപ്പോൾ കൊടുക്കുന്ന പോലെയാണ് കേട്ടോ വലുതായി കഴിഞ്ഞാലും കുറച്ചായി കഴിഞ്ഞാലും കുട്ടികൾ കഴിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം സ്പൈസസ് എല്ലാം കൊടുത്ത് തന്നെ ശീലിപ്പിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ ഞാൻ വേഗം തന്നെ നമുക്ക് ഫുഡെല്ലാം കൊടുക്കട്ടെ കേട്ടോ. അതേപോലെ മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്നും കൊടുക്കാറില്ല കേട്ടോ. അവൾക്ക് ഒരു 7-8 മാസം തൊട്ട് തന്നെ കൈ വെച്ച് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ, കുഴച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് മിക്സിയിലൊന്നും അടിച്ച് കൊടുക്കാറില്ല കേട്ടോ. അപ്പം ഞാൻ ഇരുന്നും കുറേ നടന്നും പിന്നെ ഇരുന്നും അങ്ങനെയെല്ലാം കേട്ടോ ഒന്ന് ഫുഡ് കൊടുത്ത് തീർക്കുന്നത്. അവൾ ഫുൾ കളിയായിരിക്കും, പറയാമല്ലോ കുട്ടികളുടെ കാര്യം. അപ്പം ഞാനിതാ ഇപ്പോൾ ബെഡിൽ കയറിയിരുന്ന് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 3 മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി അവിടെ അകത്തിരുന്ന് കളിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലെ കുട്ടികളും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞവർ താഴെ പോയി ഫുട്ബോൾ കളിക്കുമ്പോൾ ആമിക്കുട്ടീനെയും കൊണ്ടുപോകും കേട്ടോ. അവൾക്കിങ്ങനെ ഇഷ്ടമാണ് പുറത്തേക്കെല്ലാം ഇങ്ങനെ കൂട്ടി നടക്കുന്നത്. അപ്പോൾ അനുപേട്ടൻ അവളെയും കൊണ്ട് പുറത്തെല്ലാം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നടക്കുകയാണ് കേട്ടോ. അവർ ഫുട്ബോൾ കളിക്കുന്നിടത്തോട്ട് പോയത്. അപ്പോൾ കളിയെല്ലാം കഴിഞ്ഞ് വന്ന് അവൾ കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഒരു 6 മണി 6:30 വരെ 6 മണി വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ പണിയെല്ലാം ഒരുക്കി കേട്ടോ. ബാക്കിയുള്ള പണിയെല്ലാം ഒരുക്കി കുളിയെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആമിമോളെ കുളിപ്പിച്ചിട്ടാ. മേലെല്ലാം കഴുകി ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തു, വിളക്കെല്ലാം വെച്ചു കേട്ടോ. സമയം ഒരു 6:30 എല്ലാം ആയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അവൾക്ക് പഴമാണ് കേട്ടോ കൊടുക്കുന്നത്, ചെറുപഴമാണ്. അപ്പോൾ ഇന്ന് രാത്രിക്കത്തെ ഫുഡ് ഗോതമ്പ് ദോശയും മീൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ മോക്കും ദോശ തന്നെയാണ് കൊടുത്തത്. അവൾക്ക് നോൺ വെജ് ഒന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് വെറുതെ ദോശ മാത്രം കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങൾ ഈ ഒരു ഡേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇതിൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ആമിമോൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ. ആമിമോളുടെ ഒരു ഫുഡ് റൂട്ടീനും ആണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു ദിവസം കൂടി ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഒരു അടിപൊളി വീഡിയോ ആയി നാളെ കാണാം. ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.